ഭാവന വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. കഴിക്കാൻ പ്ലാൻ ഉണ്ടോ? ഒന്ന് ആലോചിക്കണം. നമ്മൾ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ വന്നാൽ നമുക്ക് എപ്പോഴും ഓക്കെ ആയിരിക്കും. പക്ഷെ ആ ഒരു ഇതിലേക്ക് എത്തുമോ എന്നുള്ളൊരു ഭയമുണ്ട്. പൊതുവെ പെൺകുട്ടികൾക്ക് ഈ അടുത്ത കാലത്തായിട്ട് വിവാഹത്തിനോട് ഭയം കൂടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ അവരുടെ ചുറ്റും നല്ല എക്സാമ്പിൾസ് ഇല്ല എന്നുള്ളതാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഏത് മാരേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പം വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളോട് പോലും നമ്മളൊരു പേഴ്സണൽ ഇതിൽ പോയിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ് കേട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തമാശക്കെങ്കിലും പറയും അപ്പം നീയും വെട്ടല്ലേ. അപ്പം മാരേജ് എന്ന് പറയുന്നത് ഒരു പെടലാണ് എന്നുള്ള തരത്തിലുള്ളൊരു സിറ്റുവേഷൻ. പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ പ്രശ്നങ്ങളുള്ളതാണ് കൂടുതലും കാണുന്നത്. നന്നായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ വല്ലപ്പോഴും ആണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചില റീൽസിൽ മാത്രമാണ് ഇങ്ങനെയും ഹാപ്പി മാരേജസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പ്രശ്നങ്ങളിലേക്കായിരിക്കും. എന്തൊക്കെ ത്രെറ്റ്സ് ഉണ്ടെന്നുള്ളതല്ലേ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഒന്ന് പത്രം എടുത്ത് ഒബ്സർവ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു ചാനൽ വെച്ച് കഴിഞ്ഞാൽ ഫെയിൽഡ് ആയിട്ടുള്ള മാരേജസിനെ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഇത്തരം സംഭവങ്ങളെയും കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. പിന്നെ ഈ മാരേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് കൂടുതലും സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂടുതലും ഡിമാൻഡ് ചെയ്യുന്നത് സ്ത്രീകളോടാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികളെ